കോഴിക്കോട് കോർപ്പറേഷനിൽ ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ നാടകീയമായ രംഗങ്ങൾ. മേയറും ഇടതംഗങ്ങളും ദേശീയഗാനം ആലപിച്ചപ്പോൾ BJP അംഗങ്ങൾ അതേ സമയത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. ഇരുവിഭാഗവും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചപ്പോൾ തൃശൂരിൽ വേദിക്ക് പുറത്താണ് BJP അംഗങ്ങൾ ദേശീയഗീതം ആലപിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ മേയർ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകിയതിന് പിന്നാലെ ദേശീയഗാനം ആലപിക്കാമെന്ന് അറിയിച്ചു. മേയറുടെ നേതൃത്വത്തിൽ ജനഗണമന ആലപിച്ചു തുടങ്ങി. അതേസമയം തന്നെ BJP അംഗങ്ങളും വന്ദേമാതരം ആലപിക്കുകയായിരുന്നു. വന്ദേമാതരം പൂർണ്ണമായും തീരും മുൻപ് ദേശീയഗാനം ആലപിച്ച് പൂർത്തിയാക്കി മേയറും സംഘവും പരിപാടി അവസാനിപ്പിച്ച് മടങ്ങി. വന്ദേമാതരത്തിന് ശേഷം ദേശീയഗാനവും BJP അംഗങ്ങൾ ആലപിച്ചു. നമ്മളെ ദേശീയഗാനത്തെ അപമാനിച്ചു വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. നിങ്ങളെ വീഡിയോകളിലൊക്കെ വിഷ്വൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ BJP ആരോപണങ്ങൾ മേയറും ഡെപ്യൂട്ടി മേയറും നിഷേധിച്ചു. നമ്മളെന്താണോ അജണ്ട ഉണ്ടായിരുന്നത് അജണ്ട പ്രകാരം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി അതിനെ സല്യൂട്ട് ചെയ്തു, ജനഗണമന പാടി പിരിയ ചെയ്തത്. അതാണ് നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. ദേശീയഗാനത്തെ അപമാനിച്ചവർക്കെതിരെ നടപടി വേണമെന്നും UDF ആവശ്യപ്പെട്ടു. തൃശൂരിൽ ജില്ലാതല പരിപാടി നടന്ന തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ BJPയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി വന്ദേമാതരം ആലപിച്ചു. തൃശൂർ കോർപ്പറേഷനിലും BJP അംഗങ്ങളുടെ നേതൃത്വത്തിൽ വന്ദേമാതരം ആലപിച്ചപ്പോൾ BJP ഭരിക്കുന്ന തലസ്ഥാനത്ത് അജണ്ടയിൽ ഉൾപ്പെടുത്തി തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.